തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച ജില്ലാ കളക്ടർമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അടുത്തയാഴ്ച ആദ്യം തെരഞ്ഞെടുപ്പിനായുള്ള വിജ്ഞാപനം ഇറങ്ങുമെന്നാണ് സൂചന. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെങ്കിലും ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് SIR ജോലികളും ചെയ്യേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഘട്ടത്തിൽ കൂടിയാണ് സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ കൂടി ആരംഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ വലിയ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ജില്ലാ കളക്ടർമാരുടെ യോഗമാണ് നടക്കുന്നത്. പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താനാണ് യോഗമെങ്കിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഈ യോഗത്തിൽ ചർച്ചയാകും. കാരണം ഈ BLOമാരടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ജോലികളായിരിക്കും. അവർ തന്നെ ഈ SIR നടപ്പാക്കുന്നതിൻ്റെ നടപടികൾ കൂടി അല്ലെങ്കിൽ ആ മറ്റു ഒരുക്കങ്ങൾ കൂടി ചെയ്യുന്നതോടുകൂടി ഉദ്യോഗസ്ഥർക്ക് വലിയ ജോലിഭാരം ഉണ്ടാകും എന്നതാണ് പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികളും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. പക്ഷേ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും എന്നുള്ള വിശദീകരണമാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിരിക്കുന്നത്. ഈ പ്രധാനമായും ഇന്ന് മുതൽ തന്നെ ഇതിൻ്റെ പ്രിന്റിംഗ് നടപടികൾ ആരംഭിക്കും. എന്യൂമറേഷൻ ഫോമിൻ്റെ പ്രിന്റിംഗ് ഇന്ന് മുതൽ നവംബർ 3 വരെ ആയിരിക്കും നടക്കുക. 4 മുതൽ BLOമാർ നേരിട്ട് ഈ ഫോമുകൾ ഓരോ വീടുകളിലെത്തിയും കൈമാറും. സുതാര്യമായി തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമെന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്ന കാര്യം. യോഗ്യതയുള്ള എല്ലാവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുകയും യോഗ്യതയില്ലാത്തവരെ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമെന്ന് കമ്മീഷൻ ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടാണ് ജില്ലാ കളക്ടർമാരുടെ യോഗം നടക്കുന്നത്. നാളെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ഈ എതിർപ്പ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അറിയിക്കുമെന്നതാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ കോൺഗ്രസും CPMും ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേക അജണ്ട നടപ്പാക്കാനാണ് ശ്രമമെന്നതായിരുന്നു CPMന്റെ ആരോപണം. ഒപ്പം ഇതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്ന് കോൺഗ്രസും ആരോപിക്കുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇതിന്റെ തുടർ നടപടികളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്.